നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി ഇന്ത്യക്കാരാണ് ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. പഠനാവശ്യത്തിനായി പോയ വിദ്യാർത്ഥികൾ, ജോലിയും മറ്റും തേടിപ്പോയവർ എല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇവരെ യുദ്ധമുഖത്ത് നിന്ന് എത്രയും വേഗം ഇന്ത്യൻ മണ്ണിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ ഏത് വിധത്തിലും അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിർത്തികളിൽ എത്താനാണ് വിദ്യാർത്ഥികൾക്ക് അധികൃതർ കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശം. എന്നാൽ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം പോളണ്ട് അതിർത്തിയിലെത്തിയ മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കൊടും തണുപ്പിൽ കിലോമീറ്ററുകളോളം നടന്നെത്തിയവരെ അതിർത്തി കടക്കാൻ അനുവദിക്കുന്നില്ലെന്നും അതിർത്തിയിൽ ഇന്ത്യൻ എംബസി അധികൃതരില്ലെന്നും മലയാളി വിദ്യാർത്ഥികൾ പറഞ്ഞു. 28 കിലോമീറ്ററുകളോളം നടന്നെത്തിയ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി സംഘങ്ങളാണ് അതിർത്തി കടക്കാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിർത്തിയിൽ എത്തി 4 മണിക്കൂറായിട്ടും എംബസി അധികൃതർ ആരും സ്ഥലത്തെത്തിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. 12 മണിക്കൂറോളം എടുത്താണ് ഇവിടേക്ക് നടന്നെത്തിയത്. -4 അതിർത്തി പ്രദേശങ്ങളിലെ താപനില. തണുപ്പിന്റെയും മണിക്കൂറുകളോളം നടന്നതിന്റെയും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. 12 മണിക്കൂറിലേറെയായി ആഹാരം കഴിച്ചിട്ടില്ല. പെൺകുട്ടികളിൽ ചിലർ ഇതുമൂലം തളർന്നു വീണു. എംബസി അധികൃതരെ ബന്ധപ്പെടാനാകുന്നില്ല. തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ മെസ്സേജുകൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല. അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ എംബസി അധികൃതർ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടാണ് എത്തിയത്. എന്നാൽ അതിർത്തിയിൽ എംബസി അധികൃതരില്ലെന്നും സാഹചര്യം മോശമാണെന്നും ഇവർ പറയുന്നു. ഇവരെ ഉടൻ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ റൊമാനിയ, ഹംഗറി എന്നീ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഉക്രൈൻ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ വ്യക്തികളുടെ വിവരങ്ങളും വിസ നടപടികളും പൂർത്തീകരിക്കാനുള്ള ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിക്കാനാണ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും 4 അയൽ രാജ്യങ്ങൾ വഴിയാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. അതിർത്തിയിൽ എത്തിയവരുടെ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി. പ്രധാനമായും 4 അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരായ ആളുകളെ നാളെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും എത്തിക്കുകയും ചെയ്യും. ഇതിനു വേണ്ടിയുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.